ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും എടുത്തിരിക്കുന്ന തീരുമാനം ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിലുള്ള ചില നിർണായക തീരുമാനങ്ങളൊക്കെ അമേരിക്കയുടെ സെനറ്റിൽ US കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനവും അമേരിക്കയുടെ ഉള്ളിൽ നിന്നും നടപ്പിലായിട്ടുണ്ട്. അമേരിക്കയിൽ നടപ്പിലായ ഈ തീരുമാനങ്ങൾ എങ്ങനെയാണ് ആഗോളതലത്തിൽ ഒരു പുതിയ ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വളരെ ഷോർട്ടായിട്ട് ഒന്ന് നോക്കാൻ പോകുന്നത്. അമേരിക്കയുടെ കോൺഗ്രസ് ട്രംപിനെതിരെ വീണ്ടും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അത് ശരിക്കും ഉക്രൈന് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. കാരണം ട്രംപിൻ്റെ നിലപാട് ഉക്രൈനെതിരെയുള്ള നിലപാടായിരുന്നു. ഉക്രൈൻ്റെ അസറ്റുകളൊക്കെ വേണം താനും, പക്ഷേ ഉക്രൈന് വേണ്ട സപ്പോർട്ട് കൊടുക്കില്ല, ഉക്രൈന് ഒരു നയ പൈസ കൊടുക്കില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അതിനെ തിരുത്തിക്കുറിച്ചുകൊണ്ട് US കോൺഗ്രസ്സിൽ 4-ാം തീയതി ഒരു റെസൊല്യൂഷൻ പാസ്സായി. അത് ട്രംപിൻ്റെ വാർ പവറിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെസൊല്യൂഷനാണ് US സെനറ്റിൽ പാസ്സായത്. US സെനറ്റിൻ്റെ വികാരം ട്രംപിനെതിരാണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് US കോൺഗ്രസ് രാജ്യത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ പാസ്സാക്കുകയാണ്. അപ്പർ ഹൗസിലും ലോവർ ഹൗസിലും ഉക്രൈന് അനുകൂലമായിട്ടുള്ള റെസൊല്യൂഷനാണ് പാസ്സായിരിക്കുന്നത്. ഏതാണ്ട് $9 ബില്യൺ എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷനാണ് പാസ്സായിരിക്കുന്നത്. ഉക്രൈൻ വിത്തൗട്ട് എനി കണ്ടീഷൻ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള റെസൊല്യൂഷനാണ് പാസ്സായിരിക്കുന്നത്. ഇനി ട്രംപ് ഇതിനെ എങ്ങനെ മറികടക്കാൻ പോകുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ റെസൊല്യൂഷൻ പാസ്സായത് ഒരു കണക്കിന് ട്രംപിന് നല്ലതാണ്. കാരണം യൂറോപ്പ് ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസൊല്യൂഷൻ പാസ്സായതിനെ ട്രംപ് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന് നല്ലതാണ്. കാരണം യൂറോപ്പിനെ കൈക്കലാക്കാൻ പറ്റും. കാരണം 9 ബില്യൺ ഉക്രൈന് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ അകമഴിഞ്ഞ സപ്പോർട്ട് ട്രംപിന് കൊടുക്കും. ഇറാൻ യുദ്ധത്തിലേക്ക് അവർ പിന്തുണയും നൽകും. വേണ്ടി വന്നാൽ അവരുടെ പടക്കോപ്പുകളും കാര്യങ്ങളൊക്കെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന് ഇറാനെതിരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ ട്രംപിന് ഇത് ഉപയോഗിക്കാം. ഇല്ല, ട്രംപ് ഞാൻ ഉക്രൈനെതിരായിട്ടുള്ള നിലപാടേ എടുക്കൂ, ഞാനിനി പുതുതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ഇഷ്യൂ ചെയ്ത് ഈ റെസൊല്യൂഷൻ തടഞ്ഞുകൊണ്ട് ഉക്രൈനെതിരായിട്ടുള്ള നിലപാടേ ഞാൻ എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഈ ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാലതാമസം വരുത്തും എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന് വീണ്ടും തിരിച്ചടി തന്നെയായിരിക്കും. അമേരിക്കയുടെ ഉള്ളിലായിക്കോട്ടെ, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉള്ളിലായിക്കോട്ടെ, അതുപോലെ ഉക്രൈൻ്റെ ഉള്ളിലായിക്കോട്ടെ, വെസ്റ്റേൺ ചേരികൾ, ഈ രാജ്യങ്ങളെല്ലാം ഒരു വെസ്റ്റേൺ സോളിഡാരിറ്റി പവർ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ ഉക്രൈൻ അനുകൂലമായിട്ടുള്ള നിലപാട് അമേരിക്കൻ കോൺഗ്രസ്സിൽ, അതും പ്രത്യേകിച്ച് ലോവർ ഹൗസിൽ അപ്പർ ഹൗസിൽ 2 ഹൗസിലും ഇത് പാസ്സായതിനെ തുടർന്ന് ശരിക്കും ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ശക്തമായ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇവർ ഗതികേട് കൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ സഹകരിക്കുന്നത്. കാരണം ഇവർക്ക് എപ്പോഴും ഇവർ ഉയർന്ന നിലയിലുള്ള ആൾക്കാരാണെന്നുള്ളൊരു ധാരണയാണ് ഇവർക്കുള്ളത്. പലതരത്തിൽ ഇവർ ഹ്യൂമാനിറ്റേറിയൻ അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ മറ്റുള്ളവർക്കാണ്, അവർക്കല്ല. അവരുടെ നാട്ടിനുള്ളിൽ ഈ കാറ്റഗറൈസ് ചെയ്തുള്ള ഈ ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ട്, ഇൻഡയറക്റ്റായിട്ട് അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യയോടുള്ള കലിപ്പെന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഗ്ലോബൽ സൗത്തിനെ സെപ്പറേറ്റ് ആയിട്ട് അണിനിരത്തിക്കൊണ്ട് ഗ്ലോബൽ സൗത്ത് പേ അറ്റൻഷൻ വേണ്ട ഒരു മേഖലയാണ്. അങ്ങനെ ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ആഫ്രിക്കൻ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളത്. പിന്നെ ലാറ്റിൻ അമേരിക്കയിലുള്ള കുറച്ച് രാജ്യങ്ങളും, ഇതെല്ലാം തന്നെ ഡെവലപ്പിംഗ് മോഡിലിരിക്കുന്ന രാജ്യങ്ങളാണ്. പല രാജ്യങ്ങളും അണ്ടർ ഡെവലപ്ഡ് ആണ്. പ്രത്യേകിച്ച് ഈ നിറം വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. നിറം ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഈ നിറത്തിനെ ചൊല്ലി അമേരിക്കയുടെ ഉള്ളിൽ അടി നടക്കുന്നത്. പിന്നെ ഈ അമേരിക്കക്കാർ, വെളുത്തവർക്കാരൊക്കെ എവിടെ നിന്ന് വന്നതെന്നുള്ളതൊക്കെ ചരിത്രം വായിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ആ സബ്ജക്റ്റിലേക്ക് പോകണ്ട, ബാക്ക് ടു ദ ജിയോ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടപ്പെട്ട കെവിൻ വാർഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഫെഡറൽ റിസർവിൻ്റെ ചെയർപേഴ്സണായിട്ട് കൊണ്ടുവരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നു, കാര്യങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ ചില വിഷയങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജെറദ് കുഷ്ണറിനെ കുറിച്ചും, ജെറദ് കുഷ്ണറിന് ഫണ്ട് ചെയ്തിട്ടുള്ള സൗദി അറേബ്യയെക്കുറിച്ചും. അതുപോലെ സൗദി അറേബ്യ മാത്രമല്ല, 2-3 മിഡിൽ ഈസ്റ്റിലുള്ള 2-3 രാജ്യങ്ങളുണ്ട്, അവർ കൃത്യമായിട്ട് ഈ ജെറദ് കുഷ്ണറിനെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. ജെറദ് കുഷ്ണറിനെ ഫണ്ട് ചെയ്യാൻ എന്താണ് കാരണം? ജെറദ് കുഷ്ണറിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ അഫിനിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയിലാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പം ജെറദ് കുഷ്ണർ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണ്. അതെവിടെയാണെന്ന് പറഞ്ഞാൽ അൽബേനിയ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എത്തിയസ്റ്റ് രാജ്യമാണ് അൽബേനിയ എന്ന് പറയുന്നത്. ഇപ്പം 1-2 റിലീജിയസ് മോസ്കും പള്ളികളൊക്കെ അവിടെ പൊട്ടിമുളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഈ രാജ്യത്തിന് അവകാശപ്പെട്ട ഒരു ഐലൻഡ് സ്വന്തമായിട്ട് വാങ്ങിക്കുകയാണ് ജെറദ് കുഷ്ണർ ആൻഡ് ടീംസ്. ജെറദ് കുഷ്ണറിൻ്റെ വൈഫായിട്ടുള്ള ഇവാങ്ക ട്രംപിൻ്റെ മകളും
ഒബ്വിയസ്ലി സൗദി അറേബ്യയൊക്കെ ജറദ് കുഷ്ണറിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MBSനെ തുർക്കിയിൽ വെച്ചിട്ട് വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജമാൽ ഖഷോഗി എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകനെ തുർക്കിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന സൗദി എംബസിക്കുള്ളിൽ വെച്ച് കൊലപ്പെടുത്തി കളഞ്ഞു. ആ കൊലപാതക കേസിൽ നിന്നും MBSനെ രക്ഷിച്ചെടുക്കാനും ആ ഒരു വിഷയം പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് അമേരിക്ക ഊതിപ്പെരിപ്പിച്ച് വലിയ സംഗതിയാക്കി കാണിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ വരാതിരിക്കണം, MBSനെതിരെ. ഇതാണ് ഇതിൻ്റെ കാരണം. ഇതിൻ്റെ പേരിലാണ് സൗദി രാജാവായിട്ടുള്ള MBS ഈ ജറദ് കുഷ്ണറിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ പൈസ കളഞ്ഞിട്ടിരിക്കുന്നത്. ജോ ബൈഡൻ വലിയ രീതിയിലുള്ള താല്പര്യം MBSനോട് കാണിച്ചിട്ടില്ല. കാരണം ജോ ബൈഡൻ വളരെ വ്യക്തമായിട്ട് അറിയാം ഇയാൾ ചെയ്ത കുറ്റകൃത്യം എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും അപ്പോൾ ആ കമ്പനി ഇപ്പോൾ അൽബേനിയയിൽ, അതായത് ജറദ് കുഷ്ണറിൻ്റെ കമ്പനി അൽബേനിയയിൽ ഒരു ഐലൻഡ് വാങ്ങിച്ചിരിക്കുകയാണ്. അത് ടോട്ടൽ ഏതാണ്ട് ഒരു 4 ബില്യൺ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ 1.2 ബില്യൺ ആണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവർ ഈ ഐലൻഡ് വാങ്ങിച്ചിട്ട് അവിടെ ട്രംപ് ഇൻ്റർനാഷണൽ ഹോട്ടലാണ് അവിടെ പണിയുന്നത്. ആ ഐലൻഡ് മൊത്തത്തിലാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യ MBS ഒരു പാർട്ട്ണറാണ്. ജറദ് കുഷ്ണറിൻ്റെ വൈഫ് 2 പേരായി 3, ബാക്കി 4 പേര് ജൂവിഷ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ ഒരു 7 പേര് അടങ്ങുന്ന ഒരു ടീമാണിത്. അപ്പോൾ ഈ ഹോട്ടൽ പണിയാൻ വേണ്ടിയിട്ട് ഇവർ ആ ഐലൻഡിൻ്റെ പകുതിയോളം സ്ഥലം ഇവർ വേലി കെട്ടി തിരിച്ച് അതിനെ ഐസൊലേറ്റ് ചെയ്തു. ഈ ഐസൊലേറ്റ് ചെയ്ത സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഫ്ലമിംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പക്ഷി, അത് ശരിക്കും ഓരോ സീസണലായിട്ട് വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഐലൻഡ്. അപ്പോൾ ആ ഫ്ലമിംഗോയുടെ ആവാസ വ്യവസ്ഥയെ ഇവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ക്ലൈമറ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഈ എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ആ രാജ്യത്തിനുള്ളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കൊടുക്കുകയും അതിനെ തുടർന്ന് അൽബേനിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ത്രൂ ഔട്ട് എൻറ്റയർ ഫ്രൈഡേ അൽബേനിയയുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് അവിടെ നടന്നത്. പ്രത്യേകിച്ചും ഈ ജറദ് കുഷ്ണറിൻ്റെയും ഇവാങ്ക ട്രംപിൻ്റെയും ഈ പ്രോജക്റ്റിനെതിരെ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ പ്രോജക്റ്റിനെതിരെയാണ് ഈ പ്രതിഷേധം അവിടെ നടക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിൻ്റെ പേരിൽ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് വരുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ട്രംപ് താരിഫ് എന്ന് പറഞ്ഞ ഒരു ടൂൾ എടുത്ത് വെച്ചുകൊണ്ട് പല രാജ്യങ്ങളെയും അയാൾക്ക് വേണ്ട രീതിയിൽ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ പോളിസിയെ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ തലപ്പത്തുള്ള ഒരു ഓർഗനൈസേഷനാണത്. സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷൻ്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന റിച്ചാർഡ് എം റോസോവ് ഇന്ത്യയെക്കുറിച്ചും ഇതേ രീതിയിൽ ഇന്ത്യക്ക് മേലിൽ ട്രംപ് ചുമത്തിയിരിക്കുന്ന താരിഫിനെ കുറിച്ചും റിച്ചാർഡ് റോസോവ് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപ് സ്വയം ലാഭത്തിന് വേണ്ടിയിട്ട് പല പരിപാടികളും കാണിച്ചു കൂട്ടുന്നുണ്ട്, അതിന് താരിഫിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അൽബേനിയയുടെ വിഷയത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. അൽബേനിയ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയുമായിട്ട് വലിയ രീതിയിൽ അത്ര ഭീമമായ ട്രേഡും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമൊന്നുമല്ല. എന്നാലും അൽബേനിയയ്ക്ക് മേളിൽ 15% താരിഫ് ട്രംപ് നിശ്ചയിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അൽബേനിയ വന്ന് ചർച്ച നടത്തിയപ്പോൾ അവിടെ നടത്തിയ ഡീലാണ് ഈ ഐലൻഡ് ഡീൽ. അതിൻ്റെ പേരിൽ 5% താരിഫ് ഇളവ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 10% എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ബേസ് ലൈൻ താരിഫാണ്. അപ്പോൾ അൽബേനിയ വീണ്ടും ബേസ് ലൈൻ താരിഫിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതിൻ്റെ മറവിൽ നടത്തിയത് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്, ഈ ഐലൻഡ് വിൽപ്പനയാണ് എന്നുള്ള ആരോപണം അമേരിക്കയുടെ ഉള്ളിൽ ശക്തിപ്പെടുന്നത്. ഇതെല്ലാം ട്രംപ് കാണിക്കേണ്ടതെല്ലാം കാണിക്കും. ഈ ട്രംപ് കാണിക്കുന്ന ഈ കൊള്ളരുതായ്മകളെല്ലാം തന്നെ എപ്പോഴാണ് പുറത്തു വരാൻ പോകുന്നത് പറഞ്ഞാൽ ട്രംപിൻ്റെ ഭരണം അവസാനിപ്പിച്ച് ട്രംപ് വീട്ടിൽ പോയിരിക്കുമല്ലോ, അപ്പോഴായിരിക്കും വരാൻ പോകുന്നത്. സസാൻ ഐലൻഡ് എന്ന് പറഞ്ഞാണ് ആ ഐലൻഡിൻ്റെ പേര്. ഈ സസാൻ ഐലൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 1400 ഏക്കർ വിസ്തീർണമുള്ള ഒരു ഐലൻഡാണിത്. ആ ഐലൻഡാണ് 1400 ഏക്കർ മൊത്തത്തിൽ വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുത്തോ എന്ന് വരെ അറിയത്തില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്ത്, അൽബേനിയൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇപ്പം ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാർ തെളിവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐലൻഡ് കൊടുത്തത്? 1400 ഏക്കർ നിങ്ങൾ എത്ര രൂപയ്ക്ക് വിറ്റു? ഈ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ട്രാൻസ്പെറൻസി കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കുകയാണ്. അൽബേനിയയുടെ ഗവൺമെൻറ് തന്നെ തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് പ്രതിഷേധം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫൂട്ടേഴ്സാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അത് കളിക്കുമ്പോഴേ സൂക്ഷിച്ചും കണ്ടും കളിക്കണം. ഒരുപാടങ്ങ് അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. 1000 വില്ല കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ള വലിയ ട്രംപ് ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ പ്രോജക്റ്റാണ് അവിടെ നടക്കുന്നത്. 1000 വില്ല. ഇതിനകത്ത് 1.5 ബില്യൺ ജറദ് കുഷ്ണറിൻ്റെ കമ്പനി സ്പെൻഡ് ചെയ്തതായിട്ടും ബാക്കി 2.5 ബില്യൺ ഇസ്രായേൽ പാർട്ട്നേഴ്സ് സ്പെൻഡ് ചെയ്തതായിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സ്റ്റോറി അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പുടിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പുടിൻ ഇന്ത്യയെ അനുകൂലിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, വളരെ ശക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞിരിക്കുകയാണ്. പുടിൻ വെറുതെ പറയുന്നതല്ല, ഇന്ത്യക്ക് റഷ്യയോടൊപ്പം നിൽക്കുന്നതായിരിക്കും ഒരു പരിധി വരെ നല്ലത്. കാരണം ഡോളർ ട്രാൻസാക്ഷൻ്റെ ട്രാപ്പിലേക്ക് അമേരിക്ക ഇന്ത്യയെ പെടുത്താനാണ് ശ്രമിക്കുന്നത്. കാരണം ഇനി ഗ്രോത്ത്
റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയാണ്. ചൈനയുടെ പോപ്പുലേഷനെ മറികടന്നുകൊണ്ടുള്ള പോപ്പുലേഷനാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലാണ് മാസീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നത്. പലരും പറയുന്നത് പോലെ ഇന്ത്യ തകർന്നടിഞ്ഞ് താറുമാറാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും അനുയോജ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അത് ശരിക്കും പൊള്ളയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പലരും നമ്മൾ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്കും അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം ഞാൻ എന്താണ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നടക്കുന്ന കമ്പനികൾ നിങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ സിലിക്കൺ വാലിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ ഓപ്പൺ എഐയുടെ ChatGPT, അവർക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത്? ഇന്ത്യക്കുള്ളിലാണ്. നിങ്ങൾ ട്വിറ്റർ എടുത്തോളൂ, നിങ്ങൾ മെറ്റയുടെ ആപ്പുകൾ എടുത്തോളൂ, ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമായിട്ടുള്ള യൂട്യൂബ് എടുത്തോളൂ. ഇതൊക്കെ എവിടെയാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അവരുടെ മേജർ റവന്യൂവിലെ അല്ലെങ്കിൽ അവരുടെ മേജർ ഏരിയ എന്ന് പറയുന്നത്? അത് ഇന്ത്യയാണ്. 35 വയസ്സിന് താഴെയുള്ള 45% പോപ്പുലേഷനുള്ള യങ് ഇന്ത്യയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം. നാളെ അമേരിക്കയിൽ ഒരുതൻ കമ്പനി അടച്ചു പൂട്ടിയിട്ട് ഇന്ത്യക്കുള്ളിൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ട് ആ കമ്പനി വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇൻഫാക്റ്റ് IT ആയിക്കോട്ടെ, എന്ത് കമ്പനി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരി കഴുകി തേച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാനും കസ്റ്റമറുണ്ട് ഇന്ത്യക്കുള്ളിൽ. യൂസ്ഡ് ഷർട്ട് വാങ്ങിക്കാൻ കസ്റ്റമറുണ്ട് ഇന്ത്യക്കുള്ളിൽ. ഇന്ത്യയുടെ ആ ഒരു ഇമ്മൻസീവ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്ത്യയുടെ ഗ്രോത്തിനെ വിലയിരുത്താൻ. ഈ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഇന്ത്യയുടെ ഗ്രോത്ത് റോക്കറ്റ് വേഗത്തിൽ, സ്കൈ റോക്കറ്റ് വേഗത്തിൽ മുന്നോട്ട് പോകും. ഇതിന് വലിയ റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു സ്ഥലത്ത് കട തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ആളില്ലാത്ത സ്ഥലത്താണോ കട തുടങ്ങാൻ പോകുന്നത്? അല്ലെങ്കിൽ 4 പേര് വന്ന് സംസാരിക്കുന്ന ജംഗ്ഷൻ ഏരിയയിലായിരിക്കുമോ കട തുടങ്ങാൻ പോകുന്നത്? എവിടെയാണോ മോർ പോസിബിലിറ്റി, കൂടുതൽ ജനങ്ങൾ വരുന്ന സ്ഥലം, അവിടെ ഒരു ചായക്കടയ്ക്ക് സ്കോപ്പ് ഉള്ളതല്ലേ? അപ്പം നിങ്ങൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ എന്താണ്? ജനസംഖ്യയില്ല, അതാണ് അവിടുത്തെ പ്രശ്നം. പല രാജ്യങ്ങളിലും ഇനഫ് ജനസംഖ്യയില്ല. ഇന്ത്യക്കുള്ളിൽ അത് ധാരാളമുണ്ട്. അതാണ് മാർക്കറ്റ്. പുടിൻ വളരെ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, PM മോദിയുടെ മേളിൽ അമേരിക്കയുടെ സമ്മർദ്ദം വളരെയധികമുണ്ട്. പ്രത്യേകിച്ച് എപ്പോഴൊക്കെ ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് ശക്തമായി മുന്നോട്ട് പോകാൻ അവർ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ അമേരിക്കയുടെ സമ്മർദ്ദം ശക്തമായിട്ട് വരികയാണ്. പിന്നെ ഇന്ത്യ കൃത്യമായിട്ട് ഫോറിൻ പോളിസി വളരെ വ്യക്തമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ജിയോ പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇത്തരത്തിൽ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നാണ് പുടിൻ പറഞ്ഞു വെച്ചത്. അതുമാത്രമല്ല, Su-57 എന്ന് പറഞ്ഞ റഷ്യയുടെ ഫൈറ്റർ ജെറ്റ് ഇന്ത്യയുമായിട്ട് ജോയിന്റ് വെഞ്ചറിൽ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കാൻ റഷ്യയ്ക്ക് താല്പര്യമുണ്ട്. ഇന്ത്യ ജസ്റ്റ് ഓക്കെ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, അവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുന്നതാണ് പുടിൻ പറഞ്ഞത്. ഇന്ത്യക്ക് സൂപ്പറായിട്ട് ഒരു ഓക്കെ പറഞ്ഞ് ആ ഫൈറ്റർ ജെറ്റ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാനേ ഉള്ളൂ. ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു 50 വാങ്ങിക്കാം, ബാക്കിയുള്ളത് മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാം. കാരണം നമ്മൾ ഈ അമേരിക്കയെ നോക്കി നിന്നിട്ട് കാര്യമില്ല. അമേരിക്കയുടെ $10 കിട്ടുമെന്ന് പറഞ്ഞിട്ട് അമേരിക്കയുമായിട്ട് ചേർന്ന് നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മളുടെ ഫോറിൻ പോളിസി പണ്ടും അമേരിക്ക ഓറിയൻറ്റഡ് അല്ലായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ വളർച്ച ത്രൂ ഔട്ട് അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ 68.5 ബില്യൺ വർത്ത് വരുന്ന ട്രേഡാണ് 2025 നമ്മൾ ചെയ്തത്. 2026-27 30% ഇൻക്രീസ് ചെയ്ത് അതിനെ 100 ബില്യൺ ട്രേഡായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതിലാണ് റഷ്യയും ഇന്ത്യയും ഒരു എയിം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നാണ് പുടിൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അമേരിക്ക മാത്രമല്ല, യൂറോപ്പും ഇന്ത്യക്ക് ഇതിൻ്റെ പേരിൽ പ്രഷർ ഇടുന്നുണ്ട്. റഷ്യയുടെ പേരിൽ യൂറോപ്പ് റഷ്യയുടെ നിന്ന് ഗ്യാസും ഓയിലും എല്ലാം വാങ്ങിച്ച് ചീപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർ ഞങ്ങളെ വിളിക്കുന്നത് ഈവിൽ എന്നാണ് വിളിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയെ വിളിക്കുന്നത് ഈവിൽ ഫോഴ്സ് എന്നാണ്. പക്ഷേ ഞങ്ങളുടെ ഗ്യാസും ഓയിലും അവർക്ക് വേണം. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. യൂറോപ്പ് ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻ വരെ ആക്ടിവേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. നോ ഒബ്ജെക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു ദിവസത്തിന് മുമ്പ് എക്കണോമിക് സബ്മിറ്റ് ക്രെംലിനിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ജർമ്മനിയിലെ മെമ്പേഴ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. AFD പാർട്ടിയുടെ മെമ്പേഴ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർ നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻ, ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ ആവശ്യകതയെക്കുറിച്ച് റഷ്യ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഇലക്ഷനിൽ AFD വരികയാണെന്നുണ്ടെങ്കിൽ ജർമ്മനി എന്തായിരിക്കും തീരുമാനിക്കുക? റഷ്യയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിരിക്കും അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ജിയോ പൊളിറ്റിക്കലി അവിടെ ചേഞ്ചസ് വരും. നിലവിൽ ഉക്രൈൻ അനുകൂലമായിട്ട് അമേരിക്കയുടെ കോൺഗ്രസിലെടുത്ത തീരുമാനം ശരിക്കും ഒരു താൽക്കാലിക ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളിൽ കൊണ്ടുവരും ആ മേഖലയിൽ. പക്ഷേ അത് AFD പാർട്ടിയുടെ വിജയത്തോടു കൂടി മറിയും. പുടിൻ ഈ വിഷയം എടുത്ത് പറഞ്ഞിരിക്കുന്ന സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ ഉള്ളിൽ വീണ്ടും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അതായത് റഷ്യയുമായിട്ട് ട്രേഡ് ഡീൽ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും 500% താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അത് വരുന്ന 10-ാം തീയതി മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരുന്ന 10-ാം തീയതി മുതൽ, ഒരുപാട് ദൂരെ ഇല്ല. ഇന്ത്യയുടെയും ചൈനയുടെയും വിഷയത്തിൽ
എക്സംഷൻസ് ഉണ്ടാവുമോ ഇല്ലാന്നുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു തരത്തിലും ഇതിനകത്ത് പരാമർശിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ സെനറ്റിലിരുത്തി ചോദ്യം ചെയ്ത് മുൾമുനയിൽ നിർത്തിയപ്പോൾ ഈ റഷ്യൻ ഓയിൽ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്തിന് സാങ്ഷൻസ് വേവർ കൊടുത്തിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു വേവർ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പലതരത്തിലുള്ള ട്രേഡ് ഡീലുകൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ അടുത്ത് പല ഡിഫൻസ് പ്രോഡക്റ്റുകളും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആംഡ് വെഹിക്കിൾസ്, അതേപോലെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടി ആ ഡീലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് ട്രേഡ് ഡീൽ ഉറപ്പാക്കാനും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ കൊടുക്കാനും ഒരു എക്സ്ക്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര $1 ബില്യൺ ഡീൽ ഞങ്ങൾ ഇന്ത്യയുമായിട്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ കാണിക്കാമല്ലോ അവർക്ക് സെനറ്റിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ഇന്ത്യയെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ഡീല് വളരെ ബാഡ് ഡീലാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ അവർ 12.5% താരിഫ് തന്നാൽ തന്നെയും നമുക്ക് ഓക്കെയാണ്. ഇനിയിപ്പോൾ അവർ 18% ആണ് അല്ലെങ്കിൽ 20% ആണ് അവർ തരുന്നെങ്കിലും നമുക്ക് ഓക്കെയാണ്. കാരണം ഈ താരിഫ് പേ ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന അമേരിക്കൻസ് ആണ്. ആസ് ലോങ് എസ് ഇന്ത്യക്കാർ അമേരിക്കയിൽ ഉള്ളിടത്തോളം ഇന്ത്യയുടെ ചില പ്രോഡക്റ്റുകൾക്ക് അവിടെ ഡിമാൻഡ് ഉണ്ടാവും. സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അമേരിക്കയുടെ ട്രേഡിനെ നമ്മളൊരു ബോണസ് ആയിട്ട് മാത്രമേ കാണാവൂ. അങ്ങനെ കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വെടിപ്പായിട്ട് നടത്തി തീർക്കാൻ പറ്റുകയുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം വെനിസുലയുടെ ഓയിൽ നമ്മളുടെ തലയിൽ വെച്ച് അടിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, റഷ്യൻ ഓയിലാണോ വെനിസുലയുടെ ഓയിലാണോ? ഈ തീരുമാനം നമ്മളിപ്പോൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ വെനിസുലയുടെ ഓയിലാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് റുപ്പീസ് നമ്മൾ എവറി ഡേ എക്സ്ചേഞ്ച് ചെയ്ത് ഡോളറിൽ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ഇത് ഈ സാഹചര്യത്തിൽ, കാരണം ഇവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്ക ഇറാൻ്റെ എണ്ണ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നമുക്ക് എണ്ണ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് ഇറാൻ അനുവദിക്കില്ല. റഷ്യൻ എണ്ണയ്ക്ക് ഇപ്പോൾ സാങ്ഷൻ കൊണ്ടുവരാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? നമ്മളെ വീർപ്പ് മുട്ടിക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ്. 140 കോടി ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ് അമേരിക്ക ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എനർജി വേണമല്ലോ. നമ്മൾ കംഫർട്ടബിളായിട്ട് എവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ടോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചോട്ടെ. ഇവർക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഈ ഡോളർ എന്ന് പറഞ്ഞ കറൻസി മൂല്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ 140 കോടി വേൾഡ് നമ്പർ 1 പോപ്പുലേഷൻ മുട്ടുകുത്തണോ? നമ്മുടെ രാജ്യത്തിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് റുപ്പിയുടെ മൂല്യം തകർച്ചയിൽ എത്തിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കണോ? നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഇൻഫ്ലേഷൻ കൂട്ടണോ? എന്താണ് ചെയ്യേണ്ടത്? പല രീതിയിലും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്ത് റിസർവ് ബാങ്ക് പലതരത്തിൽ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അഡീഷണൽ എക്സ്റ്റേണൽ പ്രഷർ. ഇതെങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് മാനേജ് ചെയ്യാൻ പോകുന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പം ശരിക്കും അമേരിക്കയുടെ സൈഡിൽ നിന്നും ഒരു പ്രഷർ, ഹാർഡ് പ്രഷർ. റഷ്യയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും ഓയിൽ പർച്ചേസ് മാത്രമല്ല, റഷ്യയുമായിട്ടുള്ള സകല ഇടപാടുകളും നിർത്തണം എന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നടക്കും തോന്നുന്നില്ല. അതുകൊണ്ടാണ് പുടിൻ ശക്തമായിട്ട് ആഞ്ഞടിച്ചത്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും അങ്ങനെ അറുത്ത് മുറിച്ച് മാറ്റാൻ പറ്റുന്ന ബന്ധമല്ല എന്നാണ് പുടിൻ പറഞ്ഞു വെച്ചത്. അതുപോലെ ഇന്ത്യക്കുള്ളിൽ AMCA ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ മാനുഫാക്ചറിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 5th ജെൻ ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ മാനുഫാക്ചറിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 3 കമ്പനികളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ മത്സരിക്കുന്നത്. ഒന്ന് റോൾസ് റോയ്സ്, അവർ ബിഡ് ചെയ്യുന്നുണ്ട്. 2 GE, അവരും രംഗത്തുണ്ട്. അതുപോലെ സഫ്രോൺ എന്ന് പറഞ്ഞ കമ്പനിയും രംഗത്തുണ്ട്. അതുപോലെ റഷ്യ ആണെന്നുണ്ടെങ്കിൽ 200 ഇലൂഷൻ പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള പ്രോജക്റ്റ് ഇന്ത്യക്കുള്ളിൽ നടപ്പിലാക്കാനും ആ പ്രോജക്റ്റ് ഇന്ത്യ ഏറ്റു നടത്തുകയാണെന്നുണ്ടെങ്കിൽ 200 എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് തരാമെന്നും റഷ്യ പറഞ്ഞിട്ടുണ്ട്. അവിടെ അമേരിക്ക കൗണ്ടർ ചെക്ക്മേറ്റ് വെക്കുകയാണ്. അവിടെ പറയുന്നത് ബോയിങ്ങിൻ്റെ ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കണം, ബോയിങ്ങിൻ്റെ പാസഞ്ചർ എയർക്രാഫ്റ്റ് വാങ്ങിക്കണം എന്നാണ് അമേരിക്കയുടെ ഡിമാൻഡ്. നമുക്ക് എന്ത് വേണം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ? നമുക്ക് ഇന്ത്യക്കുള്ളിൽ നിർമ്മാണം നടത്തി കഴിഞ്ഞാൽ 10 പേർക്ക് ജോലി കിട്ടും. അതാണല്ലോ നമ്മൾ നോക്കുന്നത്. ബോയിങ്ങിന് ഓൾറെഡി ടാറ്റ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ പൈപ്പ് ലൈനിലാണ് ഇരിക്കുന്നത്. പാസഞ്ചർ എയർക്രാഫ്റ്റുകളുടെ സ്കോപ്പ് ഇന്ത്യക്കുള്ളിൽ ചെറുതല്ല. ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സിറ്റി ടു സിറ്റി കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ വരാൻ പോവാണ്. അത് പഴയതുപോലെയല്ല. ഇന്ത്യ ഡെവലപ്പ് ആകുമ്പോൾ ഈ സെനാറിയോ മാറുകയാണ്. 100 കണക്കിൽ പുതിയ എയർപോർട്ടുകൾ പൊട്ടിമുളയ്ക്കും. 1000 കണക്കിൽ എയർക്രാഫ്റ്റുകളുടെ ആവശ്യമുണ്ട്, പാസഞ്ചർ എയർക്രാഫ്റ്റുകളുടെ ആവശ്യം. ഇന്ത്യക്കുള്ളിൽ ചീപ്പർ കോസ്റ്റിൽ വളരെ കുറഞ്ഞ ചെലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെടും. ഒരു 10 to 15 ഇയേഴ്സ് നിങ്ങൾ ബിയോണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അന്ന് പ്രാവർത്തികമാകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യക്കുള്ളിലാണ് ആ മാർക്കറ്റ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഉളുപ്പില്ലാതെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും താരിഫ് വിഷയം എടുത്ത് സംസാരിക്കുകയും മോദി എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പിന്നെ ഇന്ത്യയെ ബുദ്ധിമുട്ടിപ്പിക്കാത്തത്. പക്ഷേ ഇന്ത്യ വളരെ കാലം കൊണ്ട് ഞങ്ങളടുത്ത് വളരെയധികം ലാഭക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ ഇന്ത്യ കൊണ്ടുപോയ ആ ലാഭം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കുള്ളിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് അവിടുത്തെ ക്ലയൻസ് ആണ്. അവർ ഓർഡർ ചെയ്ത് അവിടുത്തെ മാർക്കറ്റിലിട്ട് വിൽക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് അമേരിക്കയെ നമ്മൾ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത് പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് ആർക്കും തന്നെ യോജിപ്പുണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കയുടെ ഒന്നും തന്നെ ലൂട്ട് ചെയ്ത് കൊണ്ടുവരാനൊന്നും പോയിട്ടില്ല. പിന്നെ പലരുടെയും തോന്നലെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്ത്യ അങ്ങ് മൂക്കും കുത്തി വീഴും എന്നാണ് പലരുടെയും ധാരണ. അത് വെറും ധാരണ മാത്രമാണ്. അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെയാണ് ഇത്രയും നാളും ഇന്ത്യ മുന്നോട്ട് പോയത്. ഒരു റെസൊല്യൂഷൻ കൂടി അമേരിക്കയുടെ കോൺഗ്രസിൽ പാസ്സായിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും ജോയിന്റ് വെപ്പൺ പ്രൊഡക്ഷൻ, അതുപോലെ ജോയിന്റ് മിലിറ്ററി ഓപ്പറേഷൻ, ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ അമേരിക്കയുടെ ഉള്ളിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ കംപ്ലീറ്റ് പവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഈ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് പവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, പേർഷ്യൻ ഗൾഫ് ഏരിയയിൽ കിടക്കുന്ന അറബ് രാജ്യങ്ങളുടെ ഉള്ളിൽ അമേരിക്ക വെച്ചിരിക്കുന്ന എയർ ബേസുകൾ വെറും ഡമ്മിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ ധാരണ. ഇത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ട്രംപ് ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് വിജയിക്കണം. ഇത് നടക്കാത്തിടത്തോളം കാലം അമേരിക്കയ്ക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അഗ്രസീവായിട്ടുള്ള അറ്റാക്കിംഗ് പവർ, പ്രിസിഷൻ സ്ട്രൈക്ക് കപ്പാസിറ്റി ഉള്ള വെൽ ട്രെയിൻഡ് ആർമിയായ IDF-നെ കൂട്ടുപിടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും നെതന്യാഹുവിൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മിലിറ്ററി സപ്പോർട്ട് വരുന്ന 10 വർഷം കൊണ്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നെസറ്റിൻ്റെ താല്പര്യം. ഇൻഡിപെൻഡന്റ് ആർമി, അമേരിക്കയുടെ ചങ്ങലയിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള ഒരു ആർമി, അങ്ങനത്തെ ഒരു ആർമിയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ അമേരിക്ക നിവൃത്തികേട് കൊണ്ട് അവർക്ക് ഇസ്രായേലിനെ കൂട്ടിയേ പറ്റൂ, ആ അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ റെസൊല്യൂഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിനെ വെച്ചിട്ട് മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അബ്രഹാം അക്കോർഡിൽ ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ആ രാജ്യങ്ങൾക്ക് സജീവമായിട്ട് മിലിറ്ററി സപ്പോർട്ട്, എക്യുപ്മെൻറ്റ്സ്, UAE-ക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ. അതേപോലെ തന്നെ മറ്റു പല അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിൻ്റെ സപ്പോർട്ട്, ഇസ്രായേലിൻ്റെ വെപ്പൺ സപ്ലൈ, അവരുടെ റഡാർ സപ്ലൈ, അതേപോലെ ഫുൾ ആൻഡ് ഫുൾ സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ പദ്ധതി. ഈ പദ്ധതി വെച്ചാൽ ഇസ്രായേലിനെ കൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ മെരുക്കാൻ കഴിയും. പ്രത്യേകിച്ച് IDF അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു ടീമാണ്. അമേരിക്കൻ സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഒരു ധാരണയുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ IDF ഇല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ IAF എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അറ്റാക്ക് നടത്തുന്നത്, അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്താണെന്നുള്ളത് വിസിബിൾ ആണ്. ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോലും ഇസ്രായേലാണ് അടിച്ചത്. ഗാസയുടെ അവസ്ഥ എന്താണ്? ലെബനൻ്റെ അവസ്ഥ എന്താണ്? ഇസ്രായേൽ പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് നടത്തും. അവർ ട്രെയിൻഡ് ആണ്, വെൽ ട്രെയിൻഡ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്, ട്രസ്റ്റ് വർത്തിയാണ്. ആ ആർമിയെ ഉപയോഗിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിനെ മെരുക്കാനാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അമേരിക്ക ഇപ്പം ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ സർവൈവൽ ഇല്ല. 224 വോട്ടോട് കൂടിയാണ് ഈ റെഫറൻഡം US-ന്റെ കോൺഗ്രസിൽ പാസ്സായത്. സെലൻസ്കി വളരെ ഹാപ്പിയാണ്. സ്വീഡൻ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ട്രയൽ റണ്ണൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് ഉക്രൈൻ്റെ ഉള്ളിൽ. അവരുടെ ഗ്രിപ്പൻ ഫൈറ്റർ ജെറ്റുകളൊക്കെ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ട്രയൽ റണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സെലൻസ്കി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുടിന് കൊടുത്തിട്ടുണ്ട്. കാരണം പുടിൻ ഇന്ന് സംസാരിച്ച സമയത്ത് ഉക്രൈനിയൻ പ്രസിഡന്റിന് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാനുമായിട്ട് സംസാരിക്കാം, നമുക്കൊരു സമാധാന കരാറിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ പുടിൻ ഒരു ഓപ്പൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനെ സെലൻസ്കി അപ്രോച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങിയത് എന്തിനാണ്? ഞങ്ങളെ നാറ്റോയിൽ ചേരരുത്, ഞങ്ങളുടെ ഉള്ളിൽ ഡീമിലിറ്ററൈസ്ഡ് സോൺ ആയിരിക്കണം, പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളുടെ മിലിറ്ററി ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ ഞങ്ങളുടെ മേളിൽ ആക്രമണം നടത്തിയത്. പക്ഷേ ഇപ്പം നിങ്ങൾ അതെല്ലാം സാധിച്ചെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും റഷ്യയുടെ ഒരു തോൽവിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ കൈവശം പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും റിലീസ് ചെയ്തുകൊണ്ട് ഒരു ഡീലിലേക്ക് വരുന്നുവെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ വന്ന് സംസാരിക്കാം. പക്ഷെ ഞാൻ റഷ്യയിലേക്ക് വരില്ല, നിങ്ങൾ യൂറോപ്പിലേക്ക് വരണമെന്നാണ് അതിന് മറുപടിയായിട്ട് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടുപേരും കൂടി സംസാരിച്ച് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് രക്ഷപ്പെടാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യ ഒരു ഫൈനൽ സ്റ്റെപ്പ് എടുത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ റഷ്യയുമായിട്ടുള്ള ട്രേഡ് ഇടപെടലിൻ്റെ പേരിൽ ഇന്ത്യ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇന്ത്യ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളെല്ലാവരും കൂടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് നിലവിലെ ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ. കേട്ടോ, ഞാൻ വൃത്തിയായിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പൊളിറ്റിക്സ് എടുത്ത് ഇവിടെ വയ്ക്കരുത്. ഇത് പക്കാ ജിയോ പൊളിറ്റിക്സ് ആണ്. ഇങ്ങനെയാണ് ഗ്ലോബൽ സെനാരിയോ സഞ്ചരിക്കുന്നത്. വരുന്ന 8-9 ദിവസങ്ങളിൽ ഷീ ജിൻപിങ് നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്യുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള വിസിറ്റാണ്. ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ, ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡീലുകൾ, അങ്ങനെ പല രീതിയിലുള്ള വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചർച്ചയാവുന്നുണ്ട്. ഇറാൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം
$24 ബില്യൺ വർത്ത് വരുന്ന ഫ്രോസൺ അസറ്റിൽ കുടുങ്ങി കിടക്കുകയാണ്. 24 ബില്യൺ വർത്ത് വരുന്ന ഫ്രോസൺ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പക്ഷേ ചർച്ചയ്ക്ക് വന്ന് ഇരിക്കാം എന്നുള്ള രീതിയിലാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എവറി ഡേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുകയാണ്. ട്രംപിനെ തട്ടിക്കളിക്കുകയാണ്, കാൽപന്ത് പോലെ ഇട്ട് തട്ടിക്കളിക്കുകയാണ് ഇറാൻ. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, മറ്റന്നാൾ വേറൊരു റിക്വസ്റ്റ്. ഇതാണ് ഇറാൻ അമേരിക്കയുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുടെ അവസ്ഥ. അപ്പോൾ വരും ദിവസങ്ങൾ ഇന്ത്യക്ക് വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്. ഇന്ത്യക്ക് മേലിൽ സമ്മർദ്ദം, പല രീതിയിലുമുള്ള സമ്മർദ്ദങ്ങളാണ് ഇന്ത്യയെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് മാനേജ് ചെയ്യാൻ പോകുന്നത്, എക്സ്റ്റേണൽ മിനിസ്ട്രി, ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം തന്നെ നമ്മൾ കീനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. കാരണം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെയാണ് ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.